നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ തെയ്യാലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരണപ്പെട്ടു. കക്കാട് സ്വദേശി അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത്. തിരൂരിൽ വൃദ്ധയെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയി. താനാളൂർ വലിയപാടം സ്വദേശി സൈനബക്കാണ് പരിക്കേറ്റത്. സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഡിജിറ്റൽ ക്ലാസുകൾ ശാശ്വതമല്ലെന്ന് മന്ത്രി നിയമസഭയിൽ. ഡിപ്ലോമ അധ്യാപക തസ്തികകൾ റീഗ്രൂപ്പ് ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുയർത്തി സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം അധ്യാപകർ പ്രതിഷേധ സമരം നടത്തി. സമൂഹം ബഹുമാനിക്കുന്നവരെ അപമാനിക്കുന്ന രാഷ്ട്രീയത്തെ ജനം തള്ളിക്കളയുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. തലക്കാട് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. UDF വികസന രേഖ കുറുക്കോളി മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 13,049 പേർക്ക് രോഗം. 98,640 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 13.23%. 105 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 20,004 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിലും രോഗികളുടെ എണ്ണം കുറഞ്ഞു. 2,052 പേർക്ക് രോഗബാധ. DPR 17.27%. 2,801 പേർക്ക് രോഗമുക്തി. താനൂർ തെയ്യാലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടു. തെയ്യാല അയ്യായ റോഡിൽ തിങ്കളാഴ്ച രാവിലെ 6ഓടെയാണ് സംഭവം. കക്കാട് സ്വദേശിയും കല്ലത്താണിൽ താമസക്കാരനുമായ അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത്. 50 വയസ്സായിരുന്നു. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ തെങ്ങിലിടിച്ച ശേഷം മറിയുകയായിരുന്നു. തെയ്യാല അയ്യായ റോഡിൽ തിങ്കളാഴ്ച രാവിലെ 6ഓടെയാണ് അപകടമുണ്ടായത്. കക്കാട് സ്വദേശിയും കല്ലത്താണിയിൽ താമസിക്കുന്ന കുറുക്കൻ അബ്ദുറഹ്മാനാണ് മരിച്ചത്. ഇയാൾക്ക് 50 വയസ്സായിരുന്നു. താനൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട റോഡിന്റെ വലതുവശത്തെ പാടത്തേക്ക് തെറിച്ചു. റോഡിന് സമീപമുണ്ടായിരുന്ന തെങ്ങിലിടിച്ച മറിയുകയായിരുന്നു. ഇതിനിടയിലാണ് റോഡിന്റെ വശത്തുണ്ടായിരുന്ന കാൽനട യാത്രക്കാരൻ കാറിനടിയിൽ കുടുങ്ങിയത്. ഇയാളുമായി കാർ 10 മീറ്ററോളം മുന്നോട്ട് നീങ്ങി. ഇയാൾ തൽക്ഷണം മരിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ നന്നമ്പ്ര മേഖല യൂത്ത് ബ്രിഗേഡ് അംഗം റാഫിയാണ് മരിച്ചയാളെയും പരിക്കേറ്റവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഏകദേശം താനൂർ ഭാഗത്ത് നിന്ന് വന്ന വണ്ടിയാണ്. ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൂടി വരുന്ന വണ്ടി റൈറ്റ് സൈഡിൽ നടന്നു പോണ ആളെ ഇടിച്ചിട്ട് ഏകദേശം റോഡിൽ നിന്നൊരു 50-60 അടി കൊണ്ടുവന്നിട്ട് ഈ റോഡിൻ്റെ ഇതിന് ഇടിച്ചതിന് ശേഷം വണ്ടി മറിയാണ് ഉണ്ടായിട്ടുള്ളത്. വണ്ടിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി പെട്ടി വരെ പുറത്തിറക്കും. ആ മരണപ്പെട്ട ആളെ അവയവങ്ങളൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അമിത വേഗം കൊണ്ട് മാത്രം സംഭവിച്ചതാണിത്. കാറിലുണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. ഇവരെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുണ്ടൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന ട്രഷറർ MT തയ്യാല പറഞ്ഞു. തിരൂരിൽ വാഹനമിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു. താനാളൂർ വലിയപാടം സ്വദേശി സൈനബക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് തിരൂർ സിറ്റി ജംഗ്ഷനിൽ അപകടം നടന്നത്. താനാളൂർ വലിയപാടം സ്വദേശി സൈനബക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ നിന്ന് മകനുമൊത്ത് ബൈക്കിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോകും വഴി സിറ്റി ജംഗ്ഷനിൽ വെച്ച് പുറകെ വന്ന ഇരുചക്ര വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ കൈക്കും കാലിനും പരിക്കേറ്റ ഇവരെ പോലീസ് എത്തിയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷ നിർത്തിയിട്ട് തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ട് അടിച്ചിട്ട് നിൽക്ക് തന്നിട്ട് വണ്ടിട്ട് ഒറ്റ പോക്കാണ്. അത് ഞാനൊന്നും വീടെടുക്കുകയാണ്. ഇവിടെ മനുഷ്യന്മാർ ഇത്രയും ആൾക്കാർ നോക്കിയിട്ട് പിടിക്കാൻ ആരുമില്ല. സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കും. ഡിജിറ്റൽ ക്ലാസുകൾ ശാശ്വതമല്ലെന്നും ഡിജിറ്റൽ ക്ലാസുകൾ മൂലമുള്ള ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും കോവിഡ് നിയന്ത്രണ ഏജൻസികളുടെയും അംഗീകാരം ലഭിക്കുന്ന ആദ്യ അവസരത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി സ്കൂളുകൾ തുറക്കുന്നത് സർക്കാരിന്റെ ആലോചനയിലാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്കൂളുകൾ തുറക്കാൻ ആലോചിക്കുന്നുണ്ട്. കേരളവും അതേക്കുറിച്ച് ആലോചിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ ലഭ്യമാക്കേണ്ടതുണ്ട്. കേന്ദ്ര നിർദ്ദേശം വരുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്.
സോ നമ്മുടെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള പരീക്ഷകളുണ്ട് സർ. അന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ SSLC പരീക്ഷ നടത്തിയപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ SSLC പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ സർ നമ്മുടെ കുട്ടികൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി. ഞാൻ പരീക്ഷ എഴുതിയാണ് ജയിച്ചത് എന്നുള്ള ഒരു ആത്മവിശ്വാസം കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സർ. മറ്റ് പല സംസ്ഥാനങ്ങളിലും പരീക്ഷ എഴുതാതെ മറ്റ് 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലൊക്കെ തന്നെ മാർക്കുകൾ പിന്നെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത് സർ. ഈ കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുന്ന വിധമാണ് നമ്മുടെ പൊതുപരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10-12 ക്ലാസ്സുകളുടെ ഫലം തെളിയിക്കുന്നത് അതാണ് സർ. അതിനായി പ്രത്യേക ഫോക്കസ് ഏരിയ നിശ്ചയിച്ച് ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട് സർ. ഫോക്കസ് ഏരിയ നിശ്ചയിച്ച് ക്ലാസ്സുകൾ പിന്നെ കൊടുത്തുകൊണ്ട് ഫലമായി കുട്ടികൾ നല്ലവണ്ണം പഠിച്ചു. നല്ലവണ്ണം പഠിക്കുക മാത്രമല്ല നല്ലവണ്ണം പരീക്ഷ എഴുതുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ A+ന്റെ എണ്ണം വർദ്ധിച്ചു സർ. നമുക്കതിൽ അഭിമാനിക്കാം. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ് ശാശ്വതമല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓൺലൈൻ പഠനത്തിൽ ഏർപ്പെട്ട കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. 36% കുട്ടികൾക്ക് തലവേദനയും കഴുത്തുവേദനയും അനുഭവപ്പെടുന്നതായി മന്ത്രി പറഞ്ഞു. 28% പേർക്ക് കണ്ണിന് പ്രശ്നം വന്നു. 25% കുട്ടികൾ മാത്രമേ അരമണിക്കൂറെങ്കിലും വ്യായാമത്തിൽ ഏർപ്പെടുന്നുള്ളൂവെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. SCERT നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. നമ്മുടെ കുട്ടികളുടെ മെന്റർമാരും കൗൺസിലർമാരാകുന്ന രീതിയാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇങ്ങനെ ക്ലാസ് അധ്യാപകർ നിരന്തരം കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകിയാലേ ഇത് ഫലപ്രദമാകും. ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് സാർ അധ്യാപകർ ഇപ്പോൾ നേരിട്ട് പിന്നെ കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഓൺലൈൻ രീതി കൂടി ഘട്ടം ഘട്ടമായി മാറാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് നിരന്തര യോഗങ്ങൾ അതിനുവേണ്ടി ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. നല്ല പ്രോത്സാഹനവും നല്ല പിന്തുണയുമാണ് പൊതുസമൂഹത്തിൻ്റെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴി മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് പ്രത്യേക ക്ലാസ് നൽകും. അടുത്ത മാസം മുതൽ സ്കൂളുകളിൽ രക്ഷിതാക്കൾക്ക് പ്രത്യേക ക്ലാസ് നൽകുന്നത് ആലോചനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പുല്ലാട്ട് കൃഷ്ണൻകുട്ടി സ്മാരക ഉപഹാരം അന്തർദേശീയ താരം മുഹമ്മദ് ഹനാൻ സമ്മാനിച്ചു. 1957-60 കാലഘട്ടത്തിൽ താനൂർ ദേവദാറിൽ വിദ്യാർത്ഥിയായിരുന്ന പുല്ലാട്ട് കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയതാണ് കേശ് അവാർഡും ഉപഹാരവും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ യശോദ ഉപഹാര സമർപ്പണം നടത്തി. 1957-60 കാലഘട്ടത്തിൽ താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന പുല്ലാട്ട് കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ഉപഹാരത്തിനും കേശ് അവാർഡിനും ദേവദാറിലെ തന്നെ വിദ്യാർത്ഥിയും അന്തർദേശീയ കായിക താരവുമായ മുഹമ്മദ് ഹനാൻ അർഹനായി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ യശോദ ഉപഹാരവും കേശ് അവാർഡും ഹനാൻ സമ്മാനിച്ചു. ചടങ്ങിൽ പുല്ലാട്ട് കുടുംബാംഗങ്ങളായ മനോജ്, ജനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. PTA പ്രസിഡന്റ് അനോജ് അധ്യക്ഷനായിരുന്നു. എല്ലാ വർഷവും കലാ കായിക അക്കാദമിക് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂളിലെ 3 കുട്ടികൾക്ക് SMC ചെയർമാൻ അനിൽ തലപ്പള്ളി, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് സ്വപ്ന റാണി, സ്റ്റാഫ് സെക്രട്ടറി KK ബിജു, T സജീവ്, K നാരായണൻ, VP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലീഗിലെ വിവാദങ്ങൾ CPMന്റെ സൃഷ്ടിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടും മൊയ്ൻ അലി തങ്ങളുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടും തനിക്കെതിരെ വന്ന ആരോപണങ്ങളിലാണ് ആദ്യമായി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ലീഗിലെ വിവാദങ്ങൾ CPIM സൃഷ്ടിച്ചതാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്റലക്ച്വൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഉയർന്ന പ്രതിഷേധം മറികടക്കാനും അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയാണ് CPIM ശ്രമിക്കുന്നത്. സമുദായത്തിന്റെ അവകാശങ്ങൾക്കും അവശവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി ലീഗ് എന്നും ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സമൂഹത്തിൽ വിഭാഗീയതയുണ്ടാക്കാൻ ലീഗ് ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കും. കോവിഡ് പ്രവർത്തനങ്ങളിൽ സർക്കാർ മണ്ടൻ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ഓരോ കാര്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിപ്ലോമ അധ്യാപക തസ്തികകൾ റീഗ്രൂപ്പ് ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം അധ്യാപകർ പ്രതിഷേധ സമരം നടത്തി. തിരൂർ SSM പോളിടെക്നിക്കിന് മുന്നിൽ നടന്ന സമരം ഗവൺമെന്റ് പോളിടെക്നിക് ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമരക്കാർ നിവേദനവും നൽകി.
സിന്ദാബാദ്. സ്പെഷ്യൽ റൂൾ പുനഃസ്ഥാപിക്കുക. സ്പെഷ്യൽ റൂൾ പുനഃസ്ഥാപിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഡിപ്ലോമ അധ്യാപകരുടെ പ്രമോഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ഡിപ്ലോമ യോഗ്യതയിലുള്ള അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കാണുക. സ്റ്റേറ്റ് സബോർഡിനേറ്റഡ് സ്പെഷ്യൽ റൂളുകൾ അടിയന്തരമായി പരിഷ്കരിക്കുക. ഡിപ്ലോമ യോഗ്യതയുള്ള അധ്യാപക തസ്തികകളുടെ റീഗ്രൂപ്പിംഗ് ഉടൻ നടപ്പിലാക്കുക. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എല്ലാ ബ്രാഞ്ചുകളിലും ആവശ്യമായ ഡിപ്ലോമ അധ്യാപക തസ്തികകൾ അനുവദിക്കുക. പോളിടെക്നിക്കുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ലാബ്, വർക്ക്ഷോപ്പ്, സ്റ്റാഫ് പാറ്റേൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഡെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഡെറ്റോ തിരൂർ SSM പോളിടെക്നിക് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഗവൺമെന്റ് പോളിടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ പോളിടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജ്, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയുള്ള ജീവനക്കാരായ ഡെമോൺസ്ട്രേറ്റർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ട്രാഷ്മാൻ, ഫോർമാൻ, എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നീ തസ്തികയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ 1998 ശേഷം യാതൊരുവിധ പ്രമോഷൻ സാധ്യതകളുമില്ലാതെ നരകയാതന അനുഭവിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ്. 1998 MS 158 എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഉത്തരവിൽ കൂടി ഡിപ്ലോമ അധ്യാപകർക്ക് കിട്ടിയിരുന്ന പ്രമോഷൻ സാധ്യതകൾ 100% നഷ്ടപ്പെട്ടു. ഒരേ തസ്തികയിൽ കയറി അതേ തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഏക വിഭാഗം ജീവനക്കാരാണ് ഇന്ന് ഗവൺമെൻറ് സർവീസിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഒരേ ഒരു വിഭാഗം ജീവനക്കാരാണ് ഈ ഡെമോൺസ്ട്രേറ്റർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മുതലായ തസ്തികയിൽ ജോലി ചെയ്യുന്നത്. 1998 AICT ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്ന വ്യാജേന ഒരേ ഒരു പ്രമോഷൻ തസ്തികയായിരുന്ന അസിസ്റ്റന്റ് ലെക്ചർ തസ്തിക അബോളിഷ് ചെയ്യപ്പെട്ടു. ഈ തസ്തിക അബോളിഷ് ചെയ്തതിന് ശേഷം ഒരു പ്രമോഷൻ സാധ്യതകളും നമുക്കുണ്ടായിട്ടില്ല. റേഷ്യോ പ്രമോഷൻ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ 3 ഗ്രേഡുകൾ ഉണ്ടായിരുന്ന 3 ഗ്രേഡുകൾ വെട്ടിക്കുറച്ച് 2 ഗ്രേഡാക്കി അത് ചുരുക്കിയിരിക്കുകയാണ്. ഡെറ്റോ സംസ്ഥാന പ്രസിഡന്റ് S. അൻവർ, അബ്ദുൽ നാസർ, ഫിറോസ്, മുഹമ്മദ് ഷാഫി, മൻസൂർ അലി, മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത് പ്രൊമോഷൻ ഇല്ലാത്ത ഒരു വിഭാഗം ജീവനക്കാരാണ്. ഇവർ രണ്ടിൻ്റെ ഇടക്കാണ്. ട്രേഡ് സെക്ടറുടെ മുകളിലുള്ള പോസ്റ്റാണ്, ലെക്ചറുടെ താഴെയുള്ള പോസ്റ്റാണ്. പക്ഷേ ഇവർ ഏത് പോസ്റ്റിൽ ജോയിൻ ചെയ്തോ ആ പോസ്റ്റിൽ വിരമിക്കണം. എന്നാൽ അവർക്ക് ആകെ 2 ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റാഗ്നേഷനിലായി പോകും. അപ്പോൾ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോളിടെക്നിക് സർവീസിലും ഒക്കെ റേഷ്യോ പ്രൊമോഷൻ ഉണ്ട്. ട്രേഡ് ഇൻസ്ട്രക്ടർക്ക് റേഷ്യോ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ 4-5 ട്രേഡ് ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അതിൽ 3 ആൾ ട്രേഡ് ഇൻസ്ട്രക്ടർ ആയിരിക്കും, ഒരാൾ ഹയർ ഗ്രേഡ് ആയിരിക്കും, ഒരാൾ സീനിയർ ഗ്രേഡ് ആയിരിക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു പണ്ടുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം. ഇവരുടെ ഈ പ്രതിഷേധം ജെന്യൂനാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്, സർക്കാർ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമിതി യോഗം തിരൂർ നൈസ് പബ്ലിക് സ്കൂളിൽ ചേർന്നു. കോവിഡ് വാക്സിനേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം നിയന്ത്രിക്കാനും കുറുവ മോഷണ സംഘത്തെ നേരിടാനും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രധാനപ്പെട്ട യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മുടെ ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് മലപ്പുറം റെസിഡൻസ് അഫയേഴ്സ് കൗൺസിൽ MRAC എന്നാണ് നമ്മുടെ സംഘടനയുടെ പേര്. ജില്ലയിലെ ഏകദേശം 600-ലേറെ അസോസിയേഷനുകൾ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ തരത്തിലും കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ജില്ലാ തലത്തിൽ അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാര്യപ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, എല്ലാവരും ഇടപെടാറുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശയവിനിമയങ്ങൾ നടത്തി ഓരോ കാര്യങ്ങൾക്ക് യഥാസമയം പരിഹാരം കാണുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിനകം ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിലുള്ള ഈ DPR ബന്ധപ്പെട്ട് നോമിനേഷനിൽ നമ്മൾ സംസാരിച്ച അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സംസാരിച്ചുകൊണ്ട് ആ കാര്യത്തിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കുറച്ചുകൂടി ശാസ്ത്രീയമായി മാറ്റുന്നത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നടരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ അബ്ദുറസാഖ് ഹാജി, അഷ്റഫ് വള്ളിക്കുന്ന്, നൌഷാദ് എടവണ്ണ, ജില്ലാ സെക്രട്ടറിമാരായ സതീദേവി കുളങ്ങര, വിമൽകുമാർ, വിശ്വനാഥൻ മേനോത്ത, നജീബ് മഞ്ചേരി, സതീഷ് കുമാർ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ നമ്മളുടെ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന ജില്ലാതല ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ജില്ലാ റെസിഡൻസ് അസോസിയേഷന് കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് നമ്മൾ ഇതിൻ്റെ വാക്സിനേഷൻ ദ്രുതപ്പെടുത്തുക എന്ന നിലയിൽ നമ്മളെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന തെരുവു നായ്ക്കളുടെ ഈ ആക്രമണം നമ്മളുടെ കുടുംബങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും വളരെ അധികം ഭീഷണിയാവുന്ന ഈ രീതിയിൽ ഈ സമയത്ത് നമ്മൾ അതിനുവേണ്ടി നമ്മളെ കുടുംബ കൂട്ടായ്മ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ കുറുവാ സംഘം എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ കുറുവാ സംഘത്തെയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ SP-യുമായിട്ട് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും തന്നെ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ റെസിഡൻസ് അസോസിയേഷന് ഇന്ന് തിരൂരിൽ നടക്കുന്ന ഈ പരിപാടിക്ക് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മുരളി സാറാണ് ഇത് ഉദ്ഘാടനം. ഞങ്ങളുടെ ഈ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അന്താരാഷ്ട്ര ജീവകാരുണ്യ സംഘടനയായ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരൂർ താലൂക്ക് കമ്മിറ്റി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലത്തിയൂർ ഇമ്പിച്ചിബാവ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് ഓക്സിജൻ ഉപകരണം കൈമാറി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലത്തിയൂർ ഇമ്പിച്ചിബാവ മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ആശുപത്രി പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് ഓക്സിജൻ ഉപകരണം കൈമാറിയത്. KT ജലീൽ MLA യിൽ നിന്നും ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ A ശിവദാസൻ ഓക്സിജൻ ഉപകരണം ഏറ്റുവാങ്ങി. സാധ്യമാവുകയും ഒരു ഉപകരണത്തിൽ എന്നാൽ ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് 4 പേർക്ക് ഒരുമിച്ച് ഓക്സിജൻ നൽകാനുള്ള സൗകര്യമാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്. ഒരാൾക്ക് നൽകേണ്ട ഓക്സിജൻ ഫെസിലിറ്റി 4 ആളുകൾക്ക് നൽകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ മിഷന്റെ പ്രത്യേകത. ഇത് സത്യത്തിൽ 4 ഓക്സിജൻ നൽകാനുള്ള സംവിധാനം. IRCS തിരൂർ താലൂക്ക് ചെയർമാൻ അബ്ദുസലാം അച്ചിങ്ങൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജില്ലാ ചെയർമാൻ G മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെൽത്ത് കോർഡിനേറ്റർ ഡോക്ടർ ഫാസിൽ, രാജ്കുമാർ, വിജയകുമാർ, അബ്ദുസമദ് MK, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് കാലത്ത് വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് പഠനം ലളിതമാക്കുവാൻ വർക്ക്ഷീറ്റ് ഉൾപ്പെടുന്ന പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് തിരൂർ പോരൂർ VHMS LP സ്കൂളിലെ അധ്യാപകർ. LKG ക്ലാസുകളിലേക്കുള്ള ആദ്യഘട്ട പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കി നൽകിയത്. പ്രീ പ്രൈമറിയിൽ അനുയോജ്യമായ പാഠ്യപദ്ധതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലളിതമായ രീതിയിൽ LKG വിദ്യാർത്ഥികൾക്ക് 1ാം ഘട്ട പാഠപുസ്തകങ്ങളാണ് പോരൂർ LP സ്കൂളിലെ അധ്യാപകർ തയ്യാറാക്കിയിരിക്കുന്നത്. വിപണി ലഭ്യമാകുന്ന പുസ്തകങ്ങളെക്കാൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അധ്യാപകർ ഇവ തയ്യാറാക്കിയത്. LKG ക്ലാസുകളിലേക്കുള്ള ആദ്യഘട്ട പാഠപുസ്തകങ്ങളാണ് തയ്യാറാക്കിയത്. വളരെ പെട്ടെന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള പുസ്തകങ്ങളും തയ്യാറാക്കാനാണ് അധ്യാപകരുടെ ലക്ഷ്യം. 104 മൾട്ടി കളർ പേജുകൾ ഉൾപ്പെടുന്ന ഈ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണവും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ പുസ്തക പ്രകാശനം നിർവഹിച്ചു. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. സ്വന്തം സ്കൂളിൽ നമ്മുടെ LKG കുട്ടികൾക്ക് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കി അത് വിതരണം ചെയ്യുക എന്നുള്ളത് അഭിനന്ദനമാണ്. PTA പ്രസിഡന്റ് KVT സമദ് അധ്യക്ഷനായിരുന്നു. തിരൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സുനിജ രക്ഷിതാക്കൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. AEO ഓഫീസ് ക്ലർക്ക് ഉണ്ണികൃഷ്ണൻ, MTA പ്രസിഡന്റ് ആഫിയ, MTA വൈസ് പ്രസിഡന്റ് ഹാജറ, സ്റ്റാഫ് സെക്രട്ടറി സോഫിയ, പ്രധാനാധ്യാപിക ഹർഷ, SRG കൺവീനർ ജൗഹറ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സിദ്ദിഖ് മുസ്ലിയാരുടെ ചികിത്സാ സഹായത്തിലേക്ക് തിരൂർ മാവുംകുന്ന് പ്രദേശവാസികൾ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. സിദ്ദിഖ് ഉസ്താദ് ചികിത്സാ സഹായ സമിതിയിലൂടെ 10 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സിദ്ദിഖ് മുസ്ലിയാരുടെ ചികിത്സാ സഹായത്തിലേക്ക് തിരൂർ മാവുംകുന്ന് പ്രദേശവാസികൾ സ്വരൂപിച്ച 10 ലക്ഷം രൂപ സിദ്ദിഖ് മുസ്ലിയാരുടെ കുടുംബത്തിന് കൈമാറി. അധ്യാപകനായി കുടുംബം പോറ്റിയിരുന്ന ഉസ്താദിന് ഈ ഒരു വലിയ ഭാരിച്ച തുക ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അതിനപ്പുറം പണി
നിർമ്മാണം പൂർത്തീകരിക്കാത്ത വീട്, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ മകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാവുംകുന്ന് നാട്ടുകാർ സിദ്ദീഖ് ഉസ്താദ് ചികിത്സാ സഹായ സമിതി എന്ന കമ്മിറ്റിക്ക് രൂപം നൽകുകയും കാരുണ്യമുള്ള സുമനസ്സുകളുടെ ഈ മഹാമാരിയിൽ നമുക്ക് 10,32,949 രൂപയോളം നമുക്ക് പിരിച്ചെടുക്കുവാൻ സാധിച്ചു. നമുക്കറിയാം, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സയും അതോടൊപ്പം തന്നെ മരുന്നുമില്ലെങ്കിൽ നമുക്ക് ആ രോഗിയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാം. ഇവിടെ പണമില്ലാത്തതുകൊണ്ട് ഒരാളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച മാവുംകുന്ന് നിവാസികളുടെ ആ തീരുമാനമാണ് ഇത്രയൊരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. മാവുംകുന്ന് ഷറഫുൽ ഇസ്ലാം മദ്രസ അധ്യാപകനായും പുത്തൻകുളം പള്ളി ഇമാമായും ഏറെക്കാലം ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സിദ്ദീഖ് മുസ്ലിയാർ. കിഡ്നി മാറ്റിവെക്കലല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും അതിന് വലിയ സാമ്പത്തിക ചെലവ് വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് മദ്രസാധ്യാപകനായി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന സിദ്ദീഖ് മുസ്ലിയാരുടെ ചികിത്സാ സഹായത്തിന് നാട്ടുകാർ സമിതിക്ക് രൂപം നൽകിയത്. ചികിത്സാ സഹായ സമിതി ചെയർമാൻ അദിയത്തിൽ കുഞ്ഞുട്ടി ഹാജി, കൺവീനർ എലനാട്ടിൽ സലീം, ട്രഷറർ അസീസ് മാവുംകുന്ന്, കൗൺസിലർ അബ്ദുള്ളക്കുട്ടി, ഷംസു, KP സലാം, സിറാജ് മങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. SDBI താനൂർ മുനിസിപ്പൽ കമ്മിറ്റി കിറ്റ് ഇന്ത്യ ദിനത്തിൽ തെരുവ് വിളംബരം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സദഖത്തുള്ള ഉദ്ഘാടനം ചെയ്തു. കള്ളപ്പണമൊഴുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ദേശദ്രോഹികൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SDBI താനൂർ മുനിസിപ്പൽ കമ്മിറ്റി കിറ്റ് ഇന്ത്യ ദിനത്തിൽ തെരുവ് വിളംബരം സംഘടിപ്പിച്ചത്. താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സദഖത്തുള്ള ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാടെന്താ? രാജ്യത്ത് കള്ളപ്പണം ഒഴുക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ജനങ്ങളെ, ഈ നാട് ഏറ്റവും നമ്മുടെ ക്ഷാമം നേരിടുന്ന ഈ സന്ദർഭത്തിൽ പോലും കള്ളപ്പണം ഒഴുക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു വശത്ത് രാജ്യത്തിന്റെ കള്ളപ്പണം ഇറക്കി എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ ഒറ്റ ദിവസം ഇന്ത്യയിലെ പൗരന്മാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ നിരോധിച്ചുകൊണ്ട് തന്ന കേന്ദ്ര സർക്കാരാണ് 400 കോടി രൂപ പിടിച്ചിട്ട് അതിന്റെ ഉത്തരവാദികളായ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാർ സാധ്യമല്ല. മുനിസിപ്പൽ പ്രസിഡന്റ് NP അഷ്റഫ് അധ്യക്ഷനായിരുന്നു. TP റാഫി, അയ്യൂബ് അമലേരി തുടങ്ങിയവർ സംസാരിച്ചു. A മൊയ്തീൻകുട്ടി, KP കുഞ്ഞുമോൻ, കുഞ്ഞുട്ടിക്കാരാട്, സാദിഖ് CRB, അബി, കോട്ടിൽ അലവി, VM അനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമൂഹം ബഹുമാനിക്കുന്നവരെ അപമാനിക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. തലക്കാട് പഞ്ചായത്ത് വാർഡ് 15-ലെ LDF സ്ഥാനാർത്ഥി മൂത്താട് സജിലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമെത്തിയവരെ ബഹുമാനിക്കണം. മതനേതാവായാലും സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തിയായാലും അവരെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. അവരുടെ കുടുംബത്തെയാകെ കളങ്കപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയും. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെ സേവിക്കുന്നതിൽ ജനപ്രതിനിധികളുടെ പങ്ക് വലുതാണെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ഓഗസ്റ്റ് 11-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തലക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി മൂത്താട് സജിലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷം. P മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. N സൈഫുദ്ദീൻ, A ശിവദാസൻ, തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് K ഹംസ, ഗോവിന്ദൻ, ഷാജി, സ്ഥാനാർത്ഥി മൂത്താട് സജില തുടങ്ങിയവർ സംസാരിച്ചു. പണം നല്ല ചെലവാക്കുക, അതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിസന്ധി. അപ്പോൾ പണം കൊടുത്തിട്ട് വാർഡ് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു പുതിയ തന്ത്രം. അതൊരു പുതിയ വ്യവസായം, ജനാധിപത്യ വ്യവസായം. അതിന് നിന്നു കൊടുക്കുക. പാണക്കാട് തങ്ങന്മാരെ പോലും ചെറിപിടിക്കാൻ പാകത്തിലുള്ള അവസ്ഥയിലേക്ക് രാഷ്ട്രീയം കച്ചവടമായ ഒരു സാഹചര്യത്തിലാണ്. തലക്കാട് പാറശ്ശേരി വെസ്റ്റ് ഉപതെരഞ്ഞെടുപ്പ് UDF വികസന രേഖ പുറത്തിറക്കി. കുറുക്കുളി മൊയ്തീൻ MLA UDF കൺവീനർ സുലൈമാൻ മുസ്ലിയാർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ആഗസ്റ്റ് 11-നാണ് ഉപതെരഞ്ഞെടുപ്പ്. തലക്കാട് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 15-ാം വാർഡ് പാറശ്ശേരിയിൽ UDF പ്രകടന പത്രിക പുറത്തിറക്കി. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ UDF കൺവീനർ സുലൈമാൻ മുസ്ലിയാർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. വാർഡിലെ പോരായ്മകൾ കണ്ടെത്തിയും ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയുമാണ് UDF പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതി അംഗമായിരുന്ന TV ഷർബിനെയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വികസന പത്രിക പ്രകാശനത്തിൽ UDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു.
കൂട്ടായി താണിക്കാട് ആയുഷ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു. മികവ് 2021 പേരിൽ സംഘടിപ്പിച്ച പരിപാടി മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുടുംബാംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണം മികവ് 2021 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM റംല ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ ബഷീർ TBR അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ്, കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് വഹീദ മുഹമ്മദ്, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഹവ്വ ഉമ്മ ടീച്ചർ, ഷെരീഫ് കൂട്ടായി, സലാം താണിക്കാട്, ഹനീഫ, അലിഹാജി ചമ്രവട്ടം, നൌഷാദ് CD വെൽഡ്, ഷാജി BP അങ്ങാടി, ഇസാഖ് താണിക്കാട്, ഫക്രുദ്ദീൻ അലി, ഷാജഹാൻ, ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ CPI കാനൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു. യുവകലാസാഹിതി ദുബായ് പ്രവർത്തക സമിതി അംഗം KO നിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPI കാനൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. യുവകലാസാഹിതി ദുബായ് പ്രവർത്തക സമിതി അംഗം KO നിയാസ് ഉദ്ഘാടനം ചെയ്തു. കാലം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നത്. അവിടെ നന്മയുണ്ടാകട്ടെ. രാമായണ രാഘവും ബൈബിളിന്റെ സ്വരവും ഖുർആനിന്റെ മാധുര്യവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ഒരു തലമുറ കടന്നു വരട്ടെ. ഒരുപക്ഷെ പഴയ കാലങ്ങളിലേക്ക് പറവണ്ണ സ്കൂളിന്റെ പറവണ്ണയുടെ സരസ്വതി ക്ഷേത്രമായ പറവണ്ണ സ്കൂളിന്റെ ആ ഒരു ഗൃഹാതുരത്വത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവസാനം സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിച്ചു, ആരാണ് ആകാൻ ആഗ്രഹമെന്ന്. ഞാൻ അന്ന് പറഞ്ഞു, ടീച്ചറെ ഏറ്റവും വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരുപക്ഷെ ഒരു നല്ല ജനമനസ്സുകളിൽ എന്നും സ്ഥാനം പിടിക്കുന്ന ഒരാളായി വളരാൻ സർവേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ വാക്ക് ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും വരുന്ന ഈ യുവതലമുറ നല്ല ഒരു വഴികളിലൂടെ സഞ്ചരിച്ച് ഒരുപക്ഷെ കാലം കുറെ കഴിയുമ്പോൾ ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും ഇല്ലെങ്കിലും ഇവർ പറഞ്ഞൊരു വാക്കുണ്ട്, ആ നന്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയും. KT സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. PV ഷുക്കൂർ, ലത്തീഫ് കാനൂർ, C അറുമുഖൻ, CA മുനാസ്, അഷ്റഫ് കാനൂർ, C അരുൺ പ്രകാശ് എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ SDPI ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി മെമന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി വിശാരത്ത്, സെക്രട്ടറി ഷിയാബ് ഓണക്കാട്, കമ്മിറ്റി അംഗങ്ങളായ ഹംസ ഹാജി പനയത്തിൽ, ഹനീഫ പൈനാട്ട്, ഖാലിദ് ഉഴൂർ, സിദ്ദിഖ് ഓണക്കാട്, മക്കബൂൽ പറപ്പാറപ്പുറം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിജയികളെ വീടുകളിൽ ചെന്ന് ആദരിച്ചത്. തലക്കാട് പഞ്ചായത്തിൽ ABVPയും സേവാഭാരതിയും സംയുക്തമായി SLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ABVPയും സേവാഭാരതിയും സംയുക്തമായാണ് SSLCയിലും +2ലും മുഴുവൻ വിഷയത്തിലും A+ നേടിയവരെ അനുമോദിച്ചത്. സ്വസ്തിക പാർവതി ഉദ്ഘാടനം നിർവഹിച്ചു. E ജയരാജൻ, N രവി, TK രാനിഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന പരിശോധനയുടെയും രോഗികളുടെയും എണ്ണം കുറഞ്ഞു. 10,049 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 98,640 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 13.23% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 105 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 17,852. രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസമാകുന്നു. 20,004 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 13,049 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 2,052, തൃശൂർ 1,762, കോഴിക്കോട് 1,526, പാലക്കാട് 1,336, എറണാകുളം 1,329, കണ്ണൂർ 944, ആലപ്പുഴ 771, കൊല്ലം 736, കോട്ടയം 597, തിരുവനന്തപുരം 567, കാസർഗോഡ് 507, പത്തനംതിട്ട 368, വയനാട് 291, ഇടുക്കി 263 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 98,640 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.23. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 105 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 17,852. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 64 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 12,300 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 627 പേരുടെ സമ്പർക്കരോടം വ്യക്തമല്ല. 58 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,004 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിലും രോഗികളുടെ എണ്ണം കുറഞ്ഞെങ്കിലും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറത്ത് തന്നെയാണ്. 2,052 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 17.27% TPR. 2,801 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,671 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്.
ജില്ലയിൽ തിങ്കളാഴ്ച 2052 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 17.27% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2801 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം തിങ്കളാഴ്ച രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,31,120 ആയി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1976 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 45 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ ജില്ലയിൽ തിരിച്ചെത്തിയ 26 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 71,523 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. 29,423 പേരാണ് ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,671 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ബിപിയങ്ങാടിൽ SNDPയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സി ഷാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബിപിയങ്ങാടിയിൽ SNDPയുടെ ആഭിമുഖ്യത്തിൽ SSLCയിലും +2ലും മുഴുവൻ വിഷയത്തിൽ A+ നേടിയവരെ അനുമോദിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങ് നടന്നത്. സി ഷാബു ഉദ്ഘാടനം നിർവഹിച്ചു. KP ബാലകൃഷ്ണൻ, K വാസുമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മീനടത്തൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മ ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. എല്ലാ വിഷയങ്ങളിലും കഴിവിൻ്റെ പരമാവധി ഇടപെട്ടു ആ കാര്യങ്ങളൊക്കെ വളരെ സ്തുത്യർഹമായ രൂപത്തിൽ നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഈ മഹല്ല് കൂട്ടം എന്ന ആശയം ഇവിടെ കൊണ്ടുവരികയും അത് പരമാവധി ഒഴിവിനനുസരിച്ച് എല്ലാ സമയങ്ങളിലും ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന അഡ്മിന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മൻസൂർ. അതുപോലെ എല്ലാ ആളുകളും ഈ വിഷയത്തിൽ വളരെയധികം സഹകരിക്കുന്നുണ്ട്. മഹല്ലിലെ എല്ലാ ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും നിങ്ങളുടെയും ഒക്കെ പ്രോത്സാഹനമാണ് ഈ മഹല്ല് കൂട്ടത്തിന് വേണ്ടത്. അത് വളരെയധികം വിനീതമായി ആവശ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും നൽകണമെന്ന് അറിയിക്കുകയാണ്. അത് അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് പുല്ലൂണി ആലി ഹാജി അധ്യക്ഷത വഹിച്ചു. മൻസൂർ സത്തനാത്ത്, പുല്ലൂണി അബ്ദുറഹ്മാൻ ഹാജി, ബഷീർ പൂതിയിൽ, പി സൈനുദ്ദീൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു. മൂന്നീർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി പി നിതീഷ് പതാക ഉയർത്തി. മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനമായ ഓഗസ്റ്റ് 9 മണ്ഡലത്തിലെ 15ഓളം യൂണിറ്റുകളിൽ പതാക ഉയർത്തി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തൽ പടിക്കൽ അങ്ങാടിയിൽ സംസ്ഥാന സെക്രട്ടറി പി നിതീഷ് നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് AV അക്ബർ അലി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മൊയ്തീൻകുട്ടി, പ്രവാസി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നൈഫ് ചക്കാല എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ മുനീർ, പാർലമെന്ററി പാർട്ടി ലീഡർ നൌഷാദ് തിരുത്തുമൽ, കോൺഗ്രസ് നേതാക്കന്മാരായ CK ഹരിദാസൻ, ഗാന്ധി മുഹമ്മദ്, മൊയ്തീൻ മുനീർ, സലാം പടിക്കൽ, സോമൻ പടിക്കൽ, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. നിറമുതൽ കൊണ്ടാരം കുളങ്ങര ക്ഷേത്ര പരിസരത്തെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 12ഓളം ഭാഗങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. നിറമുതൽ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടരം കുളങ്ങര ക്ഷേത്ര പരിസരത്തൊരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ നിർവഹിച്ചു. നല്ല ക്രിയാത്മകമായാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. വരും വർഷങ്ങളിലും നമുക്ക് ഇതേപോലെ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതേപോലെ നല്ല പരിപാടി നടത്തിക്കൊണ്ടുവരാനും നമ്മുടെ യുവതലമുറയെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന കൃഷി കൂടിയാണ് ഈ പൂക്കൃഷി നടത്തിയത്. പൂക്കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 12ഓളം ഭാഗങ്ങളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. വിശാലമായ സ്ഥലത്ത് ചെണ്ടുമല്ലി പൂക്കൾ തിങ്ങി നിറഞ്ഞ് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഇസ്മായിൽ, CP മനീഷ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബു കുളിപ്പറമ്പിൽ, വിജേഷ് ഇടശ്ശേരി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രൻ തയ്യിൽ, പൊതുപ്രവർത്തകരായ കുന്നുമൽ ദാസൻ, രാജൻ, ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാഴൂബർ, CP മനീഷ്, ബാബുലാൽ, സുരേഷ്, ഉണ്ണിക്കുട്ടി, ബാബു, മണികണ്ഠൻ, വിജേഷ് എന്നിവരാണ് ക്ഷേത്ര പരിസരത്ത് പൂക്കൃഷി ഒരുക്കിയത്. ഓണത്തിനൊരു കൊട്ട പൂവ് എന്നുള്ള ഒരു
മഹത്തായ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിറമതൊരു പഞ്ചായത്തിൻ്റെ ഇടപെടലിന് വളരെ ഗംഭീര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം 4 സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിൽ പൂക്കൃഷി നടത്തിയിരുന്നത്. ഇന്ന് നമ്മൾ 12 സ്ഥലങ്ങളിൽ നടത്തി 3.5 ഏക്കർ വരുന്ന സ്ഥലത്ത് വളരെ വിജയകരമായി നടത്തി നല്ല ജനപങ്കാളിത്തത്തോടു കൂടി പഞ്ചായത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള കൃഷിഭവൻ്റെ ഒരു ഇടപെടലായി നമ്മളിതിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ മനീഷിൻ്റെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പൂക്കൃഷി ഇവിടെ നടത്തി അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സജിമോൾ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ വളരെ കൃതാർത്ഥരാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഈ ജാതിമത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വലിയ ഒരു കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ തെയ്യാലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരണപ്പെട്ടു. കക്കാട് സ്വദേശി അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത്. തിരൂരിൽ വൃദ്ധയെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയി. താനാളൂർ വലിയപാടം സ്വദേശി സൈനബക്കാണ് പരിക്കേറ്റത്. സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഡിജിറ്റൽ ക്ലാസുകൾ ശാശ്വതമല്ലെന്ന് മന്ത്രി നിയമസഭയിൽ. ഡിപ്ലോമ അധ്യാപക തസ്തികകൾ റീഗ്രൂപ്പ് ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുയർത്തി സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം അധ്യാപകർ പ്രതിഷേധ സമരം നടത്തി. സമൂഹം ബഹുമാനിക്കുന്നവരെ അപമാനിക്കുന്ന രാഷ്ട്രീയത്തെ ജനം തള്ളിക്കളയുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. തലക്കാട് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. UDF വികസന രേഖ കുറുക്കോളി മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 13,049 പേർക്ക് രോഗം. 98,640 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 13.23%. 105 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 20,004 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിലും രോഗികളുടെ എണ്ണം കുറഞ്ഞു. 2,052 പേർക്ക് രോഗബാധ. DPR 17.27%. 2,801 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.